ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ആറ്റാൽ പൊങ്കലിക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ഗായ്സ്. അവിടെ ചെന്നിട്ട് അടുത്ത വിശേഷങ്ങൾ കാണാം. നമ്മളൊരു 5:15 ആണ് ഇറങ്ങിയത്. നമ്മളൊരു 6 മണി ആവാറായപ്പോൾ അവിടെ എത്തി. നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഈഞ്ചക്കിലാണ് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് ഇരുന്നത്. അങ്ങനെ നമ്മൾ പൊങ്കാലയുടെ സാധനങ്ങളുമായിട്ട് നടന്നു പോവുകയാണ്, സാധനങ്ങൾ നമുക്ക് കിട്ടിയ സ്ഥലത്ത് വെക്കാനായിട്ട്. രമേപ്പയൊക്കെ 4 മണിക്ക് പോയതുകൊണ്ട് അവരാണ് നമ്മളെ അറിയിച്ചത് അവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ സ്ഥലമുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ പോയി സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ദേവിയെ തൊഴുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും മണിയും കൂടി തമ്മി കുറിയൊക്കെ ഇട്ടിട്ട് നേരെ അമ്മൂൻ്റെ അടുത്ത് നിന്ന് അമ്മു ഇതൊക്കെ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കുറിയൊക്കെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം മണി എനിക്ക് കുറിയൊക്കെ തൊട്ട് തന്ന് അതിനുശേഷം നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുറി ഇട്ടതിന് ശേഷമുള്ള നമ്മുടെ കോലാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ രമേപ്പയെ കാണാൻ പോയി. അവരിരുന്ന് ഞങ്ങളിന്ന് കുറച്ച് ദൂരം മാറിയാണ്. അങ്ങനെ രമേപ്പയും രഞ്ജിത്തപ്പയും നമ്മളെല്ലാവരും കൂടെ നിന്ന് സംസാരിക്കണം. അങ്ങനെ രമ്യ ചേച്ചിയും ചേട്ടനും കൂടി നടക്കാനായിട്ട് തൊഴുവാനൊക്കെ പോയിട്ട് വന്ന് അവരെ കാണുമായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ വീഡിയോ എടുക്കുമല്ലേ? അവർ പ്രിപ്പയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫാമിലി മൊത്തം പ്രിപ്പയർഡ് ആണ് ഗൈസ്. അതിനുശേഷം നമ്മൾ നേരെ മാളിൻ്റെ ഫ്രണ്ടിൽ പോയി കുറച്ച് ഡാൻസിൻ്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോയും കുറച്ച് ഫോട്ടോസും എല്ലാം കൂടെയൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നേരെ ആ സമയം നമുക്ക് കത്തിക്കാനുള്ള സമയമായി ഗൈസ്. പിന്നെ നമ്മൾ ഓടി വന്ന് കത്തിക്കാനുള്ളതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊങ്കാല കത്തിക്കാനായിട്ട് റെഡിയായി പ്രാർത്ഥിച്ച് തീ കത്തിക്കാനായിട്ട് തീ വരുന്നത് പ്രാർത്ഥിച്ച് നിൽക്കുമായിരുന്നു. പൊങ്കാല അടുപ്പിന് തീ പകരാനായിട്ട് ഞങ്ങളിങ്ങനെ അപ്പം മായ ചേച്ചി അവിടെ നടയിൽ കത്തിച്ച തീയും കൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് എല്ലാവരും തീ പകർന്നെടുത്ത് ഓരോ അടുപ്പിലായിട്ട് കത്തിക്കാനായിട്ട് തീ ഇങ്ങനെ ഓരോരുത്തർ വാങ്ങുമായിരുന്നു. അപ്പം മണിയാണ് നമ്മളെ കയ്യിൽ ഫസ്റ്റ് കത്തിച്ചത്. അപ്പം മണി കത്തിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഇങ്ങനെ പാസ് ചെയ്ത് പോവുമായിരുന്നു. അമ്മാമ്മയ്ക്കൊക്കെ അങ്ങ് എത്താൻ കുറേ താമസിച്ചായിരുന്നു. കാരണം അവരൊക്കെ നമ്മളിൽ നിന്നും കുറച്ച് ദൂരം അങ്ങോട്ടാണ് നിന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് എത്തിയുള്ളൂ. അങ്ങനെ നമ്മൾ തീ കത്തിക്കുവാണ്, അടുപ്പിൽ പ്രാർത്ഥിച്ച് നമ്മളെ മനസ്സിലെ ഓരോ ആഗ്രഹങ്ങളും പ്രാർത്ഥിച്ചാണ് നമ്മൾ തീ കത്തിക്കുന്നത്. അങ്ങനെ മണി കത്തിച്ചു, അതിനുശേഷം ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ തീ അണഞ്ഞു പോവാതെ, കിട്ടിയ തീ അണഞ്ഞു പോവാതെ കത്തിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും ഓരോ വർഷം ഓരോ ആഗ്രഹം, എല്ലാവർക്കും ഉള്ള ആഗ്രഹം, എല്ലാ സ്ത്രീകൾക്കും ഒരേപോലുള്ള ആഗ്രഹമാണ് ആറ്റുകാൽ അമ്മയ്ക്കൊരു പൊങ്കാല കൊടുക്കണം എന്നുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു, ഒരുപാട് നമുക്ക് ഒരു നാൾ റെക്കോർഡ് നേടിയ ഒരു പൊങ്കാല തന്നെയായിരുന്നു ഇത്. ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴേ 2 സൈഡിലും ആൾക്കാരുണ്ടായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഓപ്പോസിറ്റും ആൾക്കാരുണ്ടായിരുന്നു, പാലത്തിനടിയിലും പൊങ്കാല ഉണ്ടായിരുന്നു, ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ആ സമയത്ത് തന്നെ വെയിൽ നല്ലോണം വന്ന്, പിന്നെ പറയണ്ടല്ലോ, പുക, വെയിൽ, മൊത്തത്തിൽ വേർത്തൊഴുകി. എല്ലാ അടുപ്പിലും തീ കത്തിച്ചപ്പോൾ അവിടെ നല്ല പുകയും അതിൻ്റെ കൂടെ നല്ല വെയിലും കൂടെ ആയപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. വെയിലും പുകയും കണ്ണൊക്കെ നിറഞ്ഞ്, അയ്യോ പറയണ്ട, പുകയൊക്കെ അടിച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ കഷ്ടപ്പാടാണ്. കണ്ണടച്ചായിരുന്നു പിന്നെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. കണ്ണടച്ച് അവൾ എന്തോ ഒരു ഇതിലങ്ങ് വീഡിയോ അങ്ങ് എടുത്തു. അതോടെ ചില ഭാഗത്തൊക്കെ കിട്ടിയിട്ടില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം എടുത്തിട്ടുണ്ട്. നിങ്ങളെ പൊങ്കാല കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം വെച്ച് ഞങ്ങൾ മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തിയിട്ടുണ്ട്. രഞ്ജിത്തപ്പയും മണിക്കുട്ടിയും, നമ്മളിവിടെ പറയുന്ന മണ്ടപ്പുറ്റും തെരളിയും എന്നാണ്. നമ്മുടെ ഈ വയനയിലയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, വയനയിലയിൽ മാവ് ഒഴിച്ചുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ രഞ്ജിത്തപ്പ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ടപ്പുറ്റും തെരളിയൊക്കെ റെഡിയാക്കി. അപ്പം അതിനെ ചൂട് കയറ്റി നമുക്ക് വേവിക്കേണ്ട ആവശ്യം മാത്രമേ അതിനുള്ളൂ. പിന്നെ പായസമാണ് നമുക്ക് കറക്റ്റ് അളവിലെല്ലാം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ തീ അണയാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, കലത്തിൽ തീ അണഞ്ഞു പോവാതെ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രമേപ്പയുടെ അങ്ങോട്ടൊക്കെയും അടുപ്പിന് തീ കൊളുത്തിയായിരുന്നു. അങ്ങനെ നമ്മളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇതേ കണക്ക് തീയെ കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മയുടെ അടുത്ത് ഓരോന്ന് കാര്യങ്ങളും ചോദിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനുശേഷം നേരെ അരി കഴുകി ഇടേണ്ട സമയമായി, കാരണം വെള്ളം തിളച്ചു. അപ്പം അരി കഴുകി ഇടേണ്ട സമയമായി. അങ്ങനെ അരി കഴുകി ഇടുവാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് 3 വട്ടം ഒഴിഞ്ഞാണ്, ഞങ്ങൾ കലത്തിന് ഒഴിഞ്ഞാണ് അരി അടുപ്പിലിടുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ കലത്തിന് ഒഴിഞ്ഞ് അരി ഇടുവാണ്. അങ്ങനെ 3 വട്ടം അങ്ങനെ കലത്തിന് ഒഴിഞ്ഞ് അരി ഇടണം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മണിയുടെ ആദ്യം തിളച്ചു, അത് കഴിഞ്ഞാണ് എൻ്റെ പൊങ്കാല തിളച്ചത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൊങ്കാല തിളച്ചു തുടങ്ങിയ ശേഷം നമുക്ക് ശർക്കരയും തേങ്ങയും ഇതെല്ലാം ഇടണമായിരുന്നു. പക്ഷേ ഈ പുക കാരണം ഞങ്ങളെല്ലാം ഇട്ടു, പക്ഷേ ഈ പുകയും വെയിലും കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെ, ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ അരി തിളച്ചതും വാർത്തതും മാത്രമേ, അതായത്
നമ്മളെ നിവേദിക്കുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാര്യം അത്രയ്ക്ക് നിൽക്കാൻ പറ്റാത്ത വെയിലും പുകയുമായിരുന്നു. നമ്മൾ ശർക്കരയും തേങ്ങയും ഏലക്കയും പഴവും മുന്തിരിയും എല്ലാം നമ്മുടെ പായസത്തിൽ ആഡ് ചെയ്യും. ഓരോ സമയത്തിന് നെയ്യും ആഡ് ചെയ്യും. ഇത് ഓരോ സമയത്തിനനുസരിച്ചാണ് ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുന്നത്. അരി വെന്ത് വന്നിട്ട് അങ്ങനെ നമ്മുടെ പൊങ്കാല റെഡിയായി. നമ്മളിതെല്ലാം ആഡ് ചെയ്ത് പൊങ്കാല റെഡിയായതിനു ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ആഹാരം കൊടുക്കുന്നിടത്ത് അവിടെ എല്ലാ രാവിലെയും ഫുഡ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ട്. രാവിലത്തെ ഫുഡ് നമ്മൾ വാങ്ങത്തില്ല, കാരണം എന്താണ്, പൊങ്കാലയ്ക്ക് ശേഷമേ ഫുഡ് കഴിക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെജ് ബിരിയാണിയാണ് വാങ്ങിയത്. നല്ലതായിരുന്നു. ഞങ്ങൾ വിശന്നിരുന്നിട്ടാണോ അതോ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണോ ഒന്നും അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ വീണ്ടും ബാക്കി വീഡിയോസ് എടുക്കണം. വീട്ടിൽ നിർബന്ധിക്കുന്നു, നിങ്ങൾ പോയി വീഡിയോ ഇടൂ. അങ്ങനെ അതിനുശേഷം 1:30 നേദിക്കുന്ന സമയമായി. നേദിക്കുന്ന ടൈമിൽ നേദിച്ച് പായസവും ഈ മണ്ടപ്പുറ്റും തെരളിയും ഒക്കെ നേദിച്ച് അതിനെ പിന്നെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങണം. കാര്യം അത്ര തിരക്കായിരിക്കും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മുൻപേ മേൽപ്പാലത്തിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഭയങ്കര തിരക്ക്. പോകുന്ന വഴിക്കെല്ലാം വെള്ളവും എല്ലാം വഴിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊങ്കാല സ്ഥലത്ത് എല്ലാം നന്നായിട്ട് ഫ്രൂട്ട്സും വെള്ളവും ഞങ്ങൾക്ക് ഒന്നിൻ്റെയും കുറവ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഈ വർഷത്തെ പൊങ്കാല